ഹലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ അല്ലേ? ഇതെന്താണെന്നോ, ഞാനിന്ന് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ട്യൂൺ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു. ഞാനത് ഇങ്ങനെ ഹം ചെയ്തുകൊണ്ടിരുന്നു. ഇത് മുമ്പ് എനിക്കിങ്ങനെ വരാറുള്ളതാണ് കേട്ടോ. ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇതിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നും. പിന്നെ അതിനെ ഞാനിങ്ങനെ ഹം ചെയ്ത് പിന്നെ എനിക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ ഇട്ട് അതിനെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഞാനത് റെക്കോർഡ് ചെയ്തിട്ടില്ല. ഇതിനകത്തുള്ള വാക്കുകളൊന്നും ഞാൻ പുതിയതായിട്ടൊന്നും കൊണ്ടുവന്നല്ല. നമ്മൾ സാധാരണ പാട്ടുകളിലൊക്കെ കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. അത് ഞാനൊന്ന് ചെയ്തു നോക്കി. നമുക്കൊന്ന് കേട്ട് നോക്കിയാലോ? ദൂരെയെങ്ങോ കിളിക്കൊഞ്ചൽ വന്നിതാ എൻ്റെ കാതിലോതി. കാറ്റിലാകെ പുതുമഞ്ഞിൻ ഗന്ധവും എന്നെ വന്നു തഴുകി. മഴയായി വെയിലായി നീ എന്നിൽ വന്നു ചേർന്നു. ആഹാ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ ആരും എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാറില്ല, സബ്സ്ക്രൈബ് ചെയ്യാറില്ല, ഷെയർ ചെയ്യാറുമില്ല. ഞാൻ യൂട്യൂബ് തുടങ്ങിയെന്ന് വെച്ചാൽ ഒരു സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊക്കെ ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം ഉണ്ടാവുക. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്യുന്നതൊക്കെ ആർക്കൊക്കെയോ ഇഷ്ടപ്പെടുന്നു. എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. ഞാനങ്ങനെ വലുതായിട്ട് വീഡിയോസൊന്നും ഇടാറില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോസ് ഷോർട്സാണ് കൂടുതലും ഞാൻ ചെയ്യാറുള്ളത്. അതൊക്കെ എന്തെങ്കിലും അതിനകത്തൊക്കെ മെസ്സേജൊക്കെ ഉണ്ടാവും. ഒന്ന് നോക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് കേട്ടിട്ടേ നിങ്ങൾക്ക് എന്തെങ്കിലും സിമിലാരിറ്റി തോന്നുന്നുണ്ടോ? വാക്കുകൾ നമ്മൾ പാട്ടുകളിലൊക്കെ മുമ്പും കേട്ടിട്ടുള്ളത് തന്നെയാണ്. നത്തിങ് ന്യൂ ഐ ക്രിയേറ്റഡ്. പക്ഷേ ട്യൂൺ വഴിയില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി മൈ ക്രിയേഷൻ. ഇത് വെറുതെ പ്ലെയിനായിട്ട് ഞാൻ പാടിയതാണ്. എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറേ കൂടെ നല്ലതാക്കാമായിരുന്നേനെ. പക്ഷേ എനിക്ക് പ്ലേ ചെയ്യാനൊന്നും അറിയില്ല. അതുകൊണ്ട് എൻ്റെ രീതിയിൽ തന്നെ ഞാനത് ചെയ്തതാണ്. പിന്നെ എനിക്കൊരു കാര്യം തോന്നിയതുണ്ടല്ലോ, ഇതുപോലെ എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ ഇതുപോലെ ഓരോന്നും ഇങ്ങനെ തുടങ്ങി വയ്ക്കും. പക്ഷെ അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. അതാണ് എൻ്റെ ഒരു വീക്ക്നെസ്. ഇപ്പം ഡാൻസ് ആണെങ്കിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും നോക്കിയിട്ടില്ല. അതാണ് ഇന്നത്തെ മെസ്സേജ്. നമുക്ക് പക്ഷേ ഞാൻ തന്നെ കൺസിസ്റ്റൻ്റ് അല്ല. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അഡ്വൈസ് തരുന്നു എന്ന് വിചാരിക്കാം. ബെറ്റർ ലേറ്റ് ദാൻ നെവർ അല്ലേ? അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ നേരുകയാണ്. മറക്കണ്ട, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ദീപീസ് ഡ്രീംസ്.